ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. തേങ്ങയോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പോലെയുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മുടെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരി 4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. അരി കുതിർക്കാനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് അരി നല്ലതുപോലെ കഴുകിയിട്ട് വേണം കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് പുളിച്ച തേങ്ങവെള്ളമാണ്. അപ്പോൾ ഈ തേങ്ങവെള്ളം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിന് അരയ്ക്കുന്നതിനും 2 ദിവസം മുമ്പുള്ള തേങ്ങ നമ്മൾ തേങ്ങ ചിരകാനായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങ വെള്ളം ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം 1/2 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് പുളിച്ച് കിട്ടും. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 3 തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ അപ്പം അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ ചോറാണ്. അതായത് നമ്മൾ തലേ ദിവസത്തെ ചോറ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പഴങ്കഞ്ഞി ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിൽ നിന്നും എടുത്തിട്ടുള്ള 1 കപ്പ് ചോറാണിത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ പുളിച്ച ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ലി മാവോ ആണ്. ഞാനിപ്പോൾ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമ്മുടെ അപ്പത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതിൽ പകുതി അളവിൽ എല്ലാ സാധനങ്ങളും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി അളവിൽ തന്നെ അരിയും പകുതി ചോറും പകുതി ദോശയുടെ മാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം തേങ്ങ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ തരികൾ കിടക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരല്പം തേങ്ങ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ എല്ലാ അരിയും ഒരുമിച്ചിട്ട് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പകുതി വീതമായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പകുതി അരിയും ചോറും ദോശമാവും അതുപോലെ തന്നെ ഒരല്പം തേങ്ങ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ചും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരല്പം ഒന്ന് ഒഴിച്ച് അരച്ചെടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത് ദോശ മാവിനേക്കാളും ഒരല്പം കൂടെ ഒന്ന് ലൂസായിട്ട് വേണം അപ്പത്തിനുള്ള മാവ് ഇരിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തപ്പോഴത്തേക്കും ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിച്ച തേങ്ങ വെള്ളം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഇതിലേക്ക് ചേർത്ത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ തേങ്ങ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അപ്പത്തിൻ്റെ മാവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം അപ്പത്തിനുള്ള മാവ് ഇരിക്കേണ്ടത്. ഇതിന് നമുക്ക് പുളിക്കാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ രാവിലെയാണ് അപ്പം തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടൊന്ന് പുളിച്ച് ഇരിക്കും. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ ഒന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവൊന്ന് പുളിച്ച് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉറപ്പായിട്ടും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് ഒന്ന് തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു മാവ് കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഈ മാവ് കലക്കുമ്പോൾ തന്നെ നല്ലൊരു അപ്പത്തിൻ്റെ മണം വന്നു തുടങ്ങും. നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് അപ്പം തയ്യാറാക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് തേങ്ങയോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കപ്പി കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
ഇനി നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കാനായിട്ട്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അപ്പച്ചട്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പത്തിൽ ഒരുപാട് ഹോൾസ് ഇതുപോലെ വന്നു തുടങ്ങും. ഇങ്ങനെ ഹോളുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും വരുന്നതെന്നാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 35-40 സെക്കൻഡ് വരേക്കും ഒന്ന് വേവിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിത് അപ്പച്ചട്ടിയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അപ്പം നമുക്ക് തേങ്ങയോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പൂവിൻ്റെ ഷേപ്പിലുള്ള പൂവപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കുന്നേക്കാളും ഒരല്പം കൂടെ അധികം മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സൈഡ് നമുക്ക് അപ്പച്ചട്ടി ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്ലസ് ആയിട്ട് വരുന്ന രീതിക്ക് ഒന്ന് അപ്പച്ചട്ടി ഒന്ന് ചരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒരു പ്ലസിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൂവപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളിതുപോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാവ് തികയാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ അധികം വേണം മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇതൊരല്പം സൈഡൊക്കെ ഒന്ന് മൊരിയിച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ സാധാരണ ആദ്യം ചുട്ടതുപോലെ ചുട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പൂവിൻ്റെ ഷേപ്പ് അറിയാൻ പറ്റില്ല. സൈഡ് ഇതുപോലെ ഒന്ന് മൊരിയിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൂവിൻ്റെ ഷേപ്പ് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.